ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. എല്ലാവരും കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ രേവതിയാണെങ്കിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി പുറത്തുനിന്ന് ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സർ 3 ദിവസം കൊണ്ട് കട തുറക്കും എന്നൊക്കെ പറയാണ്. ഫോൺ വെച്ചതിന് ശേഷം രേവതിയുടെ അടുത്ത് കട എപ്പോൾ തുറക്കും എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് രാവിലെ മുതലേ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല രേവതി മോളെ, ഇപ്പൊ ഇരുന്ന് നീ എന്തിനാ പൂ കെട്ടുന്നത്? നാളെ രാവിലെ കെട്ടിയാൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അയ്യോ വേണ്ട അച്ഛമ്മേ, ഇത് ഞാൻ കെട്ടിയിട്ട് കിടന്നോളാം. അച്ഛമ്മയ്ക്ക് ഇവളെ കുറിച്ച് ശരിക്കും അറിയില്ല. പൂ കണ്ടു കഴിഞ്ഞാൽ ഇവള് വെറുതെ വിടില്ല. അത് കെട്ടി ഒതുക്കി വെച്ചാൽ മാത്രമേ അവൾ വേറെ ജോലിക്ക് തന്നെ പോവുള്ളൂ. ഇത് കേട്ടുകൊണ്ട് ചന്ദ്രമതിയും അതുപോലെ രവി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് സ്നേഹത്തോടു കൂടി ചെയ്യണം. അതാണ് നമ്മുടെ രേവതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ അറിഞ്ഞില്ലേ രേവതി പൂക്കട ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് രേവതി പറഞ്ഞു എന്നുള്ള കാര്യം അച്ഛമ്മ മറുപടി പറയാണേ. എന്തായാലും രേവതി മോളെ, നിന്നെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എനിക്ക് അഭിമാനമുണ്ട്. നീ എവിടെയും തല താഴ്ന്ന് നിൽക്കരുതെന്ന് കരുതിയിട്ട് സച്ചി എന്തായാലും നിനക്ക് കട വെച്ച് തന്നില്ലേ എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴേക്കും സച്ചി, അത് ചിലവരുടെ സംസാരം ആ രീതിയിലായിപ്പോയി. അവൾക്ക് ഒരു കഴിവുണ്ട്, അതെന്തിനാ നമ്മൾ വെറുതെ ചുമ്മാ കളയുന്നത്? അതുകൊണ്ട് അവൾക്ക് അമ്മയുടെ പേരിൽ ഒരു കട അങ്ങ് തുറന്നു കൊടുത്തു. ഇത് കേട്ട അച്ഛമ്മ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചന്ദ്രമതി നീ ഭാഗ്യം ചെയ്തവളാണ്. നിന്റെ മൂത്ത മരുമകള് നിന്റെ പേരിൽ ഒരു കട വെച്ചു. അത് എന്ത് കടയെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ഇടയിൽ കയറിയിട്ട് അതേതോ പൗഡർ പൂശുന്ന കട. അപ്പോഴേക്ക് സച്ചി, മിണ്ടാതിരിയടാ, അതമ്മേ പാർലറാണ്. ഇപ്പോ പൂക്കടയും നിന്റെ പേര് തന്നെയല്ലേ ചന്ദ്രേ? അവരുടെ പേരില് നിനക്ക് അഭിമാനിക്കാമല്ലോ. എന്തായാലും അച്ഛമ്മയുടെ ഒരു പാവായി പോയി. അച്ഛമ്മയ്ക്ക് എന്തായാലും ഇങ്ങനെ ഒരു മരുമക്കളെ കിട്ടിയില്ലല്ലോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി പാർലർ തുടങ്ങി, അത് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ പൂക്കടയ്ക്ക് എന്താ അഭിമാനം ഉള്ളത്? അതും വീടിന്റെ പടിക്കൽ വെച്ചിട്ട് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കേട്ടില്ലേ അമ്മേ? പാർലർ വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് അഭിമാനവും പൂക്കട ഇവക്ക് അപമാനവും വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി പറയുന്നുണ്ട് കേട്ടോ. ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. പൂക്കട എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് പൂ വേണം. വിശേഷങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും പൂ മേടിക്കുന്നു. എന്തിന്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കഴുത്തിലും ഈ പൂ തന്നെയല്ലേ അണിയിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്ഛമ്മേ. പൂമാലയില്ലാതെ നമ്മുടെ നാട്ടിലൊരു കല്യാണം നടക്കുമോ? മുസ്ലിംസിന്റെയും ക്രിസ്ത്യൻസിന്റെയും ഒക്കെ കല്യാണത്തിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് പൂമാലയല്ലേ മേടിക്കുന്നത്? ആ ഓട്ടക്കാരനില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആര് സുതിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നമ്മുടെ രവി. അയ്യോ അച്ഛ, അവൻ ഫസ്റ്റ് അക്യൂസ്ഡ്, രണ്ടാമത്തെ അക്യൂസ്ഡ് ഉണ്ടല്ലോ. അവൻ ഓടിപ്പോയി കല്യാണം കഴിച്ചപ്പോഴും പൂമാല തന്നെയല്ലേ വാങ്ങിയത്? കട ഇനാഗുറേഷൻ, അതുപോലെ തന്നെ കല്യാണം, വലിയ വലിയ ഇനാഗുറേഷൻസ്, പാർട്ടി മീറ്റിംഗ്, അത് ഇത് എല്ലാത്തിനും പൂ മേടിക്കും. എന്തായാലും അച്ഛമ്മേ, ഇപ്പൊ കടയ്ക്ക് നല്ല ലാഭം വന്നിട്ടുണ്ട്. രേവതിയെ വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ 4 ദിവസം ലീവ് ഇട്ടിക്കാണ്. രാവിലെ മുതൽ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് എപ്പോ കട തുറക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ഒരുപാട് വരുന്നുണ്ട്. അപ്പോ രേവതി ചെയ്യുന്നത് നല്ല ജോലിയല്ലേ അച്ഛമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിലെന്താണ് എത്ര സംശയം? നിന്റെ അമ്മയുണ്ടല്ലോ, വെള്ളയായിരിക്കുന്ന ഉപ്പ് വൈരക്കല്ലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കറിയിലിട്ട് കഴിഞ്ഞാൽ കലങ്ങി പോവില്ലേ? എന്നാ എന്റെ പേരക്കുട്ടി രേവതി ശുദ്ധമായിട്ടുള്ള വൈരക്കല്ലാണ്. അതിന്റെ വില നിന്റെ അമ്മയ്ക്ക് അറിയില്ല. ചന്ദ്രേ, നിന്റെ മരുമകള് നിന്റെ പേരിൽ പൂക്കടയെങ്കിലും വെച്ചിട്ടുണ്ട്. എന്നാ നീ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ആരമ്മേ ഇവളോ? കല്യാണ കുറിനകത്ത് അമ്മയുടെ പേരെഴുതാൻ വേണ്ടിയിട്ട് ഇവള് മറന്നുപോയി. ആ സമയത്ത് ഞാനാണ് ഓർമ്മപ്പെടുത്തിയത്. അതാടാ നിന്റെ ഭാര്യ എനിക്ക് തരുന്ന മര്യാദ. ചന്ദ്രേ, നീ എനിക്ക് തരാത്ത മര്യാദ നിനക്ക് നിന്റെ മരുമക്കൾ തരുന്നു. അതൊന്നും അമ്മ ഇവൾക്ക് അറിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്ര, എനിക്കൊന്നും അറിയണ്ട, ബാക്കിയെല്ലാം നാളെ സംസാരിക്കാം അമ്മേ. ശ്രുതിയുടെ മാമൻ വരും എന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്ക് ശ്രുതി കഥക് തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നീ വന്നത് മുതൽ പറയുന്നുണ്ടല്ലോ മാമൻ വരും എന്നുള്ള കാര്യം. ഇനിയും വന്നതൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹം വലിയ ആളാണ്, ഒരുപാട് ജോലിയൊക്കെ വിട്ടിട്ട് വരുന്നതാണ്. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ, എന്തായാലും നാളെ വരും. തുടർന്ന് രവി പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ എന്നെ പുറത്തേക്ക് വിട്ടില്ല. ശരിക്കും വരുമോ അതോ ചുമ്മാ കഥ വിട്ടോണ്ടിരിക്കുകയാണോ? ഞാൻ എന്തിനാ ചുമ്മാ കഥ പറയുന്നത്? നാളെ എന്തായാലും വരും. അപ്പോൾ അതിനു മുമ്പ് എല്ലാ ഏർപ്പാടുകളും ചെയ്യണം. ഈ കാര്യം പറഞ്ഞിട്ട് ഇന്ന് ഒരു ജോലിക്കും പറഞ്ഞു വിട്ടില്ല. നാളെ പൊങ്കലിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കൂ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ചന്ദ്രയുടെ അടുത്ത് അച്ഛമ്മ. പൊങ്കല് എല്ലാ വർഷം വരും. എന്നാ ശ്രുതിയുടെ മാമൻ അങ്ങനെയല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ അവരെന്താ വല്ല ഗ്രഹണമാണോ പല വർഷങ്ങളിൽ വരാൻ വേണ്ടിയിട്ട്? അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നോക്ക് രവേട്ട, അവര് പല ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വീണ്ടും എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം അറിയില്ല. നല്ല രീതിയിൽ അവരെ സൽക്കരിച്ച് വിടണ്ടേ? രേവതി രാവിലെ തന്നെ എല്ലാ ജോലിയും തീർക്കണം. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ, നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അവളുടെ അടുത്ത് ഒരു ജോലിയും പറയണ്ട എന്നുള്ള കാര്യം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യുമെന്ന് പറയണേ. അപ്പോഴാണ് ശ്രുതി അതുവഴി ഇങ്ങനെ പോകുന്നത്. ശ്രുതി എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട് നമ്മുടെ രവി. നിന്റെ അമ്മായിമ്മയുടെ
സംസാരം താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. നിന്റെ മാമൻ നാളെ ശരിക്ക് വരുമോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. എന്തായാലും വരും, ഇന്ന് വരാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടല്ലോ, അവര് തന്നെ പറഞ്ഞില്ലേ രാവിലെ തന്നെ എത്തുന്നൊക്കെ പറയണേ ചന്ദ്ര. അവര് വരുന്ന സമയത്ത് ഇവന്റെ അടുത്ത് ഒന്ന് അടക്കാൻ വേണ്ടി പറയുന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അവര് വന്നിട്ട് ഇവൻ ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മര്യാദ എന്താവെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. മര്യാദ എന്ന് പറയുന്നത് ഒരു ഭാഗത്തുനിന്ന് മാത്രം വന്നാൽ പോരാ, ഇങ്ങോട്ട് എന്ത് രീതിയിലാണോ വരുന്നത് ആ രീതിയിലേ തിരിച്ചും കിട്ടുള്ളൂ. 2 ദിവസമായിട്ട് കുറച്ച് ഓവറായിട്ട് സീൻ ഇടുന്നുണ്ട്. എന്തായാലും ആരാണ് ആ മാമെന്ന് ഞാനും നോക്കട്ടെ. വരട്ടെ ആള്. രേവതി, ഞാൻ പുറത്ത് കട്ടിലെടുത്തിടാം, നീ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാ എന്ന് പറയണേ. ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് കേട്ടോ. സച്ചിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ശ്രുതി നേരെ വിദ്യയെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അയാള് വരൂലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അയാൾക്ക് അഭിനയം എന്ന് പറഞ്ഞത് ഭ്രാന്താണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും വരൂ. വലിയ ചാൻസ് ഒക്കെ മേടിച്ചു കൊടുക്കാന്നുള്ള കാര്യം പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഓടി വരും. അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ പണവും അതുപോലെ തന്നെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടല്ലേ വന്നത്, അയാൾ അതും കൊണ്ട് ഓടിപ്പോവെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് പേടിക്കണ്ടടി, വിശ്വസിക്കാൻ പറ്റുന്ന ആള് തന്നെയാണത്. ഞാൻ ഓൾറെഡി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ നിന്ന് വരുന്നത് പോലെ എന്തോ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നൈറ്റിലേക്ക് കിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ള കാര്യം അദ്ദേഹം ചെയ്യുന്നത് കണ്ടില്ലേ, നീ കണ്ടില്ലേ? എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത നമ്മൾ കൊടുത്ത ക്യാരക്ടറിനനുസരിച്ചിട്ട് അയാൾ ചെയ്യുമെന്ന് പറയണേ. അതൊക്കെ ഓക്കെ അടി, പക്ഷെ അദ്ദേഹം എങ്ങാനും വരാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാനം തന്നെ പോകും. സച്ചിയെ കുറിച്ചിട്ട് നിനക്കും അറിയാലോ, അതുകൊണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നെ അപമാനപ്പെടും. പിന്നെ ഞാൻ കാരണം സുധിയുടെ അമ്മയെ നാണം കെടും. എനിക്ക് വേണ്ടിയിട്ട് തിരിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാകും. പിന്നെ എൻ്റെ മേലും സംശയം വരും. നീ ഒന്നും കൊണ്ടും ഭയപ്പെടണ്ടേ, അദ്ദേഹം രാവിലെ തന്നെ അവിടെ എത്തിക്കോളും. പിന്നെ ഉണ്ടല്ലോ, അയാൾ കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്യും. ആ സമയത്ത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കും. നീ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് വിദ്യ ഫോൺ വെക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് സച്ചി പുറത്ത് കട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടില് എനിക്ക് ഒരു ഇടം പോലും ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്ത് പറ്റി, അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയല്ല അച്ഛമ്മയാ പറഞ്ഞത്. അച്ഛമ്മ എന്ത് പറഞ്ഞു, ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടക്കാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നിന്റെ ഭർത്താവിന്റെ കൂടെ പോയി കിടക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഓടിച്ചു വിട്ടു. അത് അച്ഛമ്മ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിന്റെ ഭർത്താവായിട്ട് ഞാനിവിടെ അല്ലേ, പിന്നെ എന്തിനാ നീ അവിടെ ഇവിടെ പോയി കിടക്കുന്നത്? നിങ്ങൾ ഇവിടെ കിടക്കും, പിന്നെ ഞാൻ എവിടെ കിടക്കുക? അതിനല്ലേ കട്ടിലെടുത്തിട്ടത്. ഈ കട്ടിലിനകത്ത് ഒരാൾക്കല്ലേ കിടക്കാൻ വേണ്ടി പറ്റുള്ളൂ, അതൊക്കെ നമുക്ക് കിടക്കാം, നീ വന്ന് ഇരിക്കുമെന്ന് പറയാണേ. സച്ചിയേട്ടാ, ഇത് സച്ചിയേട്ടൻ്റെ തടിക്ക് ചേരുള്ളൂ, പിന്നെ ഞാൻ എവിടെ കിടക്കുന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നീ എന്നെക്കാൾ തടിച്ച് എണ്ണേണ്ടി പറഞ്ഞിട്ട് കളിയാക്കുവാണേ അങ്ങോട്ട്. ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും തൊഴുത്ത് പോയി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്ന സമയത്ത് പറഞ്ഞത് കേക്ക്, ഇവിടെ ഇരിക്കും. ഈ ഇടത്തില് ഇവിടെ കിടന്നുറങ്ങുന്നത് എന്ത് ആരോഗ്യത്തിന് ഗുണമുള്ള കാര്യം എന്നുള്ള കാര്യം അറിയോ? എന്ത് ഗുണമുള്ള എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അതെ, നമ്മൾ പട്ടുമെത്തയിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, നടുവേദനയൊക്കെ വരും. എന്നാൽ ഇവിടെ നോക്ക്, മേലെ വാനം, താഴെ ഭൂമി, നടുവിൽ കാറ്റ്. ഇവിടെ കിടന്നുറങ്ങിയെന്ന് വെച്ചോ നമ്മുടെ ശരീരത്തിന് ഒന്നും ആവില്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. നിങ്ങളെന്താ നാട്ടുവൈദ്യരെ പോലെ ഇപ്പോൾ സംസാരിക്കുന്നത്? രാവിലെ ആകുമ്പോഴേക്കും ജലദോഷം പിടിക്കും, മഞ്ഞുണ്ടെന്ന് പറയാണേ. ആ ശരിയാണല്ലേ. ഈ വേപ്പില മരത്തിന്റെ അടിയിൽ കിടന്ന് നല്ല ഇളം കാറ്റിൽ തണുത്ത് വരച്ച് പൂടി പൊതിച്ച് കിടക്കാൻ എന്ത് രസമായിരിക്കും എന്നുള്ള കാര്യം അറിയോ? വെളിച്ചമില്ലാതെ ഈ നിലാവെളിച്ചത്തിൽ കിടന്നുറങ്ങുന്നത് എന്ത് രസാന്നുള്ള കാര്യം അറിയോ? അങ്ങനെ ഈ മഞ്ഞത്ത് കിടന്നു കഴിഞ്ഞാലേ ജലദോഷം പിടിക്കും. ഇന്നലെയാണ് അമാവാസി കഴിഞ്ഞത്, ഇപ്പോഴെങ്ങനെയാ നിലാവെളിച്ചം വരിക? ഇപ്പൊ എന്താ കാര്യം, നിനക്ക് പനി പിടിക്കാൻ പാടില്ല, നിലാവെളിച്ചം വേണം, അത്രയല്ലേ ഉള്ളൂ. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവാണേ. എങ്ങോട്ടാ പോകുന്നത്? നീ അവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോയിട്ട് കുട എടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തിനപ്പോൾ നിങ്ങൾ പോയിട്ട് കുട എടുത്തോണ്ട് വന്നത്? നീയല്ലേ പറഞ്ഞ പനി പിടിക്കുമെന്ന്. ഇനി പനി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കട്ടിലിന്റെ തല വെക്കുന്ന ഭാഗത്തായിട്ട് കുട കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അയ്യോ സച്ചേട്ടാ, ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? നമ്മുടെ നാട്, നമ്മുടെ വീട്, ആരെന്ത് വിചാരിച്ചാലും നമുക്ക് എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അല്ല, നിങ്ങളിപ്പോ ഈ കുട വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴും ഇരുട്ട് തന്നെയല്ലേ, വെളിച്ചം എങ്ങനെ വരും എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. വെളിച്ചമല്ലേ, ഇപ്പൊ വരും. അങ്ങനെ ടോർച്ച് എടുത്തിട്ട് കുടയുടെ മേലെ വെക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പൊ വെളിച്ചമായി മഞ്ഞ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കുടയും വെച്ചല്ലോ. ഇനി പനിയും പിടിക്കില്ല, വെളിച്ചം വന്നു. ഇതാണ് കുടയ്ക്കുള്ളിലുള്ള വെളിച്ചം. അങ്ങനെ രേവതിയെ തട്ടി കട്ടിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കട്ടിലിൽ കിടന്നുകൊണ്ട് രേവതി പറയുന്നുണ്ട്, വെളിച്ചം വന്നു, പക്ഷെ നിലാവ് വന്നില്ലല്ലോ. നിലാവ് ഇപ്പോ കട്ടിലില്ലേ, നീ ഇപ്പൊ നിലാവ് പോലെയാണ്. ഞാൻ നിലാവാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ സൂര്യനാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അതെങ്ങനെ ശരിയാവും? നിലാവ് വരുന്ന സമയത്ത് സൂര്യൻ പോവില്ലേ? നീ ഉള്ളപ്പോ ഞാൻ നിന്റെ അരികെ തന്നെയല്ലേ ഉള്ളത്. ആ അത് ശരിയാണല്ലേ. അപ്പൊ നിങ്ങൾ വാനം മാതിരി നിങ്ങളാണ് എന്നെ താങ്ങി വെച്ചിരിക്കുന്നത്. എന്താ രേവതി നീ കവിതയൊക്കെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഓ ഇത് കവിതയാണോ? അത് നമ്മൾ പാടുന്ന കേട്ട് കഴിഞ്ഞാലേ കവികളൊക്കെ വന്നിട്ട് കേസ് കൊടുക്കുന്നു പറയണേ. ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് രേവതി.
അങ്ങനെ സച്ചിയും ബെഡിൽ കിടക്കണം കേട്ടോ. എന്തായാലും ഇപ്പം ഈ വിളിച്ചു കണ്ടു ഞാൻ നിലവിളിച്ച പോലെ തന്നെയുണ്ട്. ഈ സമയത്ത് സച്ചിയുടെ പാട്ടെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെ രണ്ടുപേരും പാട്ടൊക്കെ പാടി ആസ്വദിച്ച് കിടക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ് കേട്ടോ. രേവതി ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കുകയാണ് പുറത്ത് നിന്നിട്ട്. അവരെ കിടന്നുറങ്ങിയ ആ ബെഡ്ഷീറ്റ് കേട്ടോ. ആ സമയത്തുണ്ട് കുറെ ചേച്ചിമാര് കൊടയായിട്ട് വരുന്നത്. എല്ലാവരും കൊടയായിട്ട് വരുന്ന കാണുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എല്ലാവരും കൊടയായിട്ട് വരുന്നത്? അതിനൊക്കെ ഒരു കാരണമുണ്ട്. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നൽ വന്നില്ല. നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ആ ഒരു തോന്നൽ വന്നത്. എന്ത് ഐഡിയയെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ല രേവതി എന്ന് പറയണേ. അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രാവിലെ തന്നെ എല്ലാവരും കൂടി വരുന്നത്? അല്ല കയ്യിൽ കൊടയൊക്കെ ഉണ്ടല്ലോ, മഴയൊന്നും പെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ കൊടയായിട്ട് വന്നത്? ഇത് മഴ വന്നിട്ട് നിവർത്താൻ വേണ്ടിയിട്ടല്ല, ഇത് വേറെ വിഷയം എന്ന് പറയുമ്പോ അങ്ങനെ എന്ത് വിഷയമാണ്? അപ്പൊ അതിലൊരു ചേച്ചി പറയുന്നുണ്ട്, അതൊന്നും കലാവതി ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള കാര്യം. പക്ഷെ വേറൊരു ചേച്ചി പറയുന്നുണ്ട് കേട്ടോ, അതെങ്ങനെ മനസ്സിലാവാണ്ടിരിക്കുക, അവരും ആ വയസ്സൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയാണല്ലോ, അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ചേച്ചി. പിന്നെ നിങ്ങൾ എന്താ എന്റെ പേരെ കൂട്ടിയിട്ട് എടുത്ത് സംസാരിക്കുന്നത്? ഞങ്ങളെല്ലാം യൂത്ത് ആണ് ചേച്ചി, അതുകൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള ടോപ്പിക്കാണിത്. യൂത്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചെറുപ്പമായിരിക്കുന്നതാണ് അച്ഛമ്മ ഉദ്ദേശിച്ചെന്ന് രേവതി പറയുന്നുണ്ട്. ഓഹോ, മൂന്നാമത്തെ കുട്ടിയെ പ്രസവിച്ച നീയാണോടി ചെറുപ്പക്കാരി? ചേച്ചി അങ്ങോട്ട് പോവാൻ നോക്ക്, ഞങ്ങൾക്ക് രേവതിയുടെ അടുത്ത് സംസാരിക്കാനുള്ളതെന്ന് പറയണേ. രേവതി സൂക്ഷിച്ചോണം, പൊങ്കലായിട്ട് നിങ്ങളെല്ലാവരും എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? മര്യാദയ്ക്ക് പോകാൻ നോക്കുന്ന പറഞ്ഞിട്ട് എല്ലാത്തിനും അവിടെ നിന്ന് ഓടിക്കുന്ന രീതിയിൽ അച്ഛമ്മ പറയുന്നുണ്ടേ. പോയ ചേച്ചിമാര് വീണ്ടും രേവതിക്ക് അരികിലേക്ക് വരികയാണ് കേട്ടോ. ഇത്രയും നാളെ ഞങ്ങൾ ഈ നാട്ടിലിരുന്നിട്ടും ഞങ്ങൾക്ക് ഈ ഐഡിയ തോന്നിയില്ലല്ലോ. സ്വന്തം ഭർത്താവിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അമ്മായിയും അമ്മായിപ്പനും എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പുറത്ത് കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് പനി പിടിക്കും, പിന്നെ ഒരു ഒളിവും മറിവും ഒന്നുമില്ലല്ലോ. എന്നാ ഇന്നലെ രാത്രി സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അതിനൊരു വഴി കണ്ടുപിടിച്ചു തന്നു. അതിനാണ് ഞങ്ങള് കൊട മേടിച്ചിട്ട് വന്നത്. അതിൽ ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്തായാലും നീ സച്ചിയെ വിളിക്കുന്നുള്ള കാര്യം പറയാണ്. അയ്യോ അച്ഛമ്മ കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ വിളിക്കണ്ട. സച്ചി സച്ചി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് വിളിക്കണേ. അപ്പോഴേക്കും സച്ചി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നത്? സച്ചി നിന്നെ കാണാൻ തന്നെ വന്നെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോഴാണ് കൊട ശ്രദ്ധിക്കുന്നത്. എന്താ എല്ലാവരും കയ്യിൽ കൊടയൊക്കെ എടുത്ത് വന്നിരിക്കുന്നത്? എല്ലാം സച്ചി നീ കാരണമാണ്. ഞങ്ങളുടെ വീട്ടിൽ കൊടയുണ്ട്, ടോർച്ചും ഉണ്ട്, കട്ടിലും ഉണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന് മാത്രം ഇങ്ങനൊരു ഐഡിയ തോന്നിയില്ലല്ലോ. അപ്പൊ സച്ചി രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ചമ്മലോട് കൂടിയിട്ട്. രണ്ടുപേരും ഇങ്ങനെ തലതായി നിൽക്കുകയാണേ. ഇന്നലെ രാത്രി പാട്ടും കച്ചേരിയും എല്ലാം ഞങ്ങൾ കേട്ടു. ചേച്ചി മിണ്ടാത്തൊരു മൈക്ക് എടുത്തിട്ട് മൊത്തം പറഞ്ഞു നടക്കും. ചേച്ചിക്ക് ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇത് മൊത്തം നാട്ടിൽ പാട്ടാക്കി നടക്കുമല്ലോ. പറഞ്ഞാൽ എന്താടാ, നല്ല വിഷയമല്ലേ? എന്തായാലും നിങ്ങളെല്ലാം രണ്ടുപേരും കൂടി ചേർന്നിട്ട് നല്ലൊരു ഐഡിയ ആണ് ഞങ്ങൾക്ക് പറഞ്ഞത്. പക്ഷെ ഇതൊരു സംശയം ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഈ കാര്യത്തിൽ സംശയം ഒന്ന് സച്ചി ചോദിക്കുകയാണേ. അപ്പോഴേക്കും എല്ലാവരും കൂടി കൊട അങ്ങ് നിവർത്തുകയാണ്. കട്ടിലിന്റെ മേലെ കൊട കെട്ടി, അതൊക്കെ. പക്ഷെ കൊടയ്ക്കുള്ളിൽ നിന്ന് എങ്ങനെ വെളിച്ചം വന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. വീട്ടിന്റെ ജനലിനുള്ളിൽ കൂടെ എല്ലാം ഏന്തി നോക്കി, പക്ഷെ ഇത് മാത്രം അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദൂരെ ആയതുകൊണ്ട് കണ്ടില്ല എന്ന് പറയണേ ചേച്ചി. അതെങ്ങനെ വെളിച്ചം വന്നെന്നുള്ള കാര്യം ചേച്ചി ചോദിക്കുമ്പോൾ നിലാവ് വിളിച്ചെന്നുള്ള കാര്യം പറയണേ. അതിന് നിലാവില്ലായിരുന്നല്ലോ, അമാവാസി കഴിഞ്ഞതല്ലേ ഉള്ളൂ. കള്ളം പറയാതെ വേറെ എന്തോ ഒരു വിദ്യയുണ്ട്, എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയണേ. നിങ്ങൾക്കത് അറിയില്ല, പക്ഷേ കൊടയുടെ ഉള്ളിൽ നിലാവ് ഉണ്ടായിരുന്നു, എനിക്കത് മനസ്സിലായി. എങ്ങനെയാ വന്നെന്നുള്ള കാര്യം പറയും. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊന്നും അത്ര വിവരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൊടയായിട്ട് എല്ലാവരും അരികിലേക്ക് വരുമ്പോഴേക്കും രേവതിയും സച്ചിയും പേടിച്ച പോലെ നിൽക്കുവാണേ. അതിനിടയ്ക്ക് അച്ഛമ്മ ഉള്ളെന്ന് പറയുന്നുണ്ട്. എന്താടി എല്ലാരും പോയില്ലേ, ഇനിയും എന്താ നോക്കി നിൽക്കുന്നത്, ഓടിപ്പൊക്കണം. സച്ചി രേവതി രണ്ടുപേരും വേഗം ഉള്ളിലേക്ക് വായെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചിമാര്, രേവതി ഞങ്ങൾ ഇനിയും വരും, എന്താ കാര്യം എന്ന് വെച്ച് പറയണം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയും കൊടയ്ക്കുള്ളിൽ വെളിച്ചം വരുമല്ലോ, അപ്പൊ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോവാണേ. അവര് പോയി കഴിഞ്ഞ ശേഷം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ചെയ്ത പണി കൊണ്ട് ഇപ്പൊ നാട്ടിൽ മൊത്തം നമ്മളെ കുറിച്ചാ പറയുന്നതെന്നുള്ള കാര്യം പറയാണേ. പറയട്ടെ, നല്ല കാര്യമല്ലേ, നമ്മളെ കണ്ടിട്ട് അവരും പഠിക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് നാണാവുന്നുണ്ട് എന്നൊക്കെ പറയണേ രേവതി. ആ മുഖം ഒന്ന് നാണിച്ചിട്ടുള്ള എന്നുള്ള കാര്യം പറയുമ്പോൾ ഒന്ന് പോ എന്ന് പറഞ്ഞിട്ട് പില്ലോ രേവതി സച്ചിയുടെ മുഖത്തേക്ക് ഇട്ടിട്ട് ഓടിപ്പോവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്